ഡെസ്റ്റിനേഷനായ കൊല്ലം ജില്ലയിലെ സുന്ദരമായ ഐലൻഡ് മൺട്രോ തുരുത്തിന് ഒരു ചരിത്രം പറയാനുണ്ട്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് നീറി ജീവിച്ചിരുന്ന നൂറുകണക്കിന് അടിമകളുടെ ജീവിതം മിഷണറിമാർ മാറ്റിമറച്ച സംഭവം. 1819 തിരുവിതാംകൂർ സർക്കാരിന്റെ വക്താവായിരുന്ന ജനറൽ മൺട്രോ തുരുത്ത് CMS മിഷണറിമാർക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൈമാറി. ഇത് നടക്കുമ്പോൾ തുരുത്തിൽ നൂറുകണക്കിന് അടിമകൾ താമസിച്ചിരുന്നു. അടിമത്തവും അടിമ കച്ചവടവും ഒരു സാധാരണ സംഭവമായിരുന്ന തിരുവിതാംകൂറിലെ ഈ തുരുത്തിലെ അടിമകൾ സഹിക്കുന്ന കഷ്ടങ്ങളുടെ കാഴ്ചകൾ മിഷണറിമാരെ വല്ലാതെ വേദനിപ്പിച്ചുവെങ്കിലും നിലവിലെ വ്യവസ്ഥകളെ വെല്ലുവിളിച്ച് ഇത്രയുമധികം ആളുകളെ മോചിപ്പിക്കുക എന്നത് ശ്രമകരായിരുന്നു. പിന്നീട് വസൂരിബാധയുടെ കാലത്ത് എല്ലാവരും ഉപേക്ഷിച്ച അനേകം രോഗികൾക്ക് മിഷണറിമാർ ശുശ്രൂഷകൾ നൽകുന്ന, ബോധവൽക്കരണം നൽകുന്ന കേന്ദ്രമായി മാറി തുരുത്ത്. ഈ കൂട്ടത്തിൽ അടിമകളായിരുന്നവരെ മിഷണറിമാർ മാറ്റി നിർത്തിയില്ല. അവർക്കും ചികിത്സ നൽകി. കേരളത്തിൽ ആ കാലത്ത് അടിമത്തം എതിർക്കുന്ന നിയമങ്ങൾ ഒന്നും തന്നെ നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ 1835 മാർച്ച് 8 ബെഞ്ചമിൻ ബെയ്ലി, ജോസഫ് പീറ്റ് എന്ന രണ്ട് മഹാരഥരായ മിഷണറിമാർ നിയമങ്ങൾ തടസ്സമായി നിന്നിട്ടും തങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന മുഞ്ചോ തുരുത്തിലെ മുഴുവൻ അടിമകളെയും സ്വതന്ത്രരാക്കിക്കൊണ്ട് ചരിത്രപരമായ ധീരമായ ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അതിൽ ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഈ മണ്ണിന്റെ അടിമകളായിരുന്നവർ ഈ സമയം മുതൽ വിമോചിതരാണ്, സ്വതന്ത്രരായ പുരുഷന്മാരും സ്ത്രീകളുമായി. അവരെ വീണ്ടും അടിമത്തത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും യാതൊരു അവകാശവുമില്ല. ആ പ്രഖ്യാപനത്തോടെ മുഞ്ചോ തുരുത്തിൽ അടിമകളാക്കപ്പെട്ടവർ എന്നേക്കുമായി സ്വതന്ത്രരായി. ഈ സംഭവം വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചു. തിരുവിതാംകൂറിലുടനീളം അടിമത്തം അവസാനിപ്പിക്കാനുള്ള തീപ്പൊരിയായി ആളിക്കത്തി. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് CMS മിഷണറിമാർ നാടെങ്ങുമുള്ള അടിമത്തം അവസാനിപ്പിക്കാൻ രാജാവിനൊരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. തുടർന്ന് നടന്ന സംഭവ വികാസങ്ങൾക്കൊടുവിൽ 1853 തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടിമത്തം എന്നേക്കുമായി നിർത്തലാക്കി പ്രഖ്യാപിച്ചു. തുടർന്ന് 1864 കൊച്ചി രാജ്യവും ജോസഫ് പീറ്റും കേരളത്തിലെ അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്ന ബെഞ്ചമിൻ ബെയ്ലിയും ദീർഘവീക്ഷണത്തോടെ മുൻകൈയെടുത്ത സാഹസികമായ നടപടികൾ ഇന്നും വലിയ ആദരവോടെ പ്രശംസിക്കപ്പെടുന്നു. പ്രിയരെ, വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്നാണ്. നിങ്ങളുടെ വിശ്വാസം കേവലം വാക്കുകളിൽ ഒതുങ്ങാതെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന പ്രവൃത്തികളായി മാറട്ടെ.